Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഈദിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണിത്. ഇതൊരു അറബിക് റൈസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 30 മിനിറ്റ് അതിനെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 4 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അത് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് അടർത്തി ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ സവാളയൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള സവാള കൂടി അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് നട്ട്സ് ചേർത്ത് അതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ആ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാളയിൽ നിന്നൊരു 1/4 ഭാഗം സവാള എടുത്തിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോപ്പറിൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള സവാള ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി അരിഞ്ഞാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് വേറെ മസാല ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. സവാള വഴറ്റിയൊന്നുമല്ല എടുക്കുന്നത്. ഈ ഒരു മസാല വെച്ചാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയൊരു കഷ്ണം കറുവാപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 750 ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ചിക്കൻ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ പ്രഷർ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ദമ്മിലിട്ട് അത് വേവിച്ചെടുത്താൽ മതി. ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് കൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അറബിക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അറബിക് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മന്തിയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഇറച്ചി ഒന്ന് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ വരുന്നത് വരെ തന്നെ വേവിച്ചാൽ മതിയാവും. അപ്പോൾ ഈ മട്ടൻ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കിഴങ്ങാണ്. ഞാനിവിടെ 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്.
കിഴങ്ങും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കിഴങ്ങൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി അതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വരുന്നവരെ തന്നെ വേവിച്ചെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ കിഴങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഏലക്കായും ഗ്രാമ്പൂവും കുരുമുളക് നല്ല ജീരകം കറുവാപ്പട്ട പിന്നെ 2 കറുവയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുത്ത ഓയിൽ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ്. അപ്പോൾ ആ സവാള ഫ്രൈ ചെയ്ത ആ ഒരു ഫ്ലേവർ അതിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ തന്നെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉണക്കിയെടുത്ത ഒരു നാരങ്ങ കൂടി ചേർക്കുന്നുണ്ട്. അത് കത്തി കൊണ്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് അരി വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് പോരെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു സ്റ്റോക്ക് ക്യൂബ് ചേർക്കുന്നുണ്ട്. ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഏതെങ്കിലും സ്റ്റോക്ക് ക്യൂബ് ചേർത്താൽ മതി. ആ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വൈറ്റ് പോർഷൻ ഇല്ലാതെ ഓറഞ്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരി വേവിക്കാനായിട്ട് വെക്കാം. അരി ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട, ഒരു 80% ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരി ഇപ്പോൾ ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് തമ്മിൽ കിടന്ന് വെന്തോളും. അപ്പോൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഈ അരിയിലെ വെള്ളം ഒന്ന് വാർത്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ചൂടുള്ള പാലാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാഫ്രോൺ ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയാണ്. ഇതിപ്പോൾ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അടി കട്ടിയുള്ള വലിയ പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും നട്ട്സും കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നട്ട്സും മല്ലിയിലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിൽ കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് സാഫ്രൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഈ മസാല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ ലെയറായിട്ട് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ മസാല വേവിക്കാത്ത മസാലയാണെങ്കിൽ, അതായത് ചിക്കൻ വെച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ താഴെ ഇട്ട് കൊടുത്താൽ മതി. ദമ്മിൽ കിടന്ന ആ ചിക്കൻ വെന്തോളും. ഇനി അതിന് മുകളിലായിട്ട് ബാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യും പിന്നെ നട്ട്സ് ഫ്രൈ ചെയ്തതും സവാള ഫ്രൈ ചെയ്തതും മല്ലിയിലയും പുതിന ഇലയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ സാഫ്രൺ മിൽക്ക് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കളർ ചേർക്കണമെങ്കിൽ കളറും ചേർക്കാം. ഞാനിപ്പോൾ കളറായിട്ടൊന്നും ചേർക്കുന്നില്ല. ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് അറബിക് മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അറബിക് മസാല ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ആ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കണ്ടു നോക്കാം. ഇനി ബാക്കിയുള്ള സാഫ്രൺ മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കവർ ചെയ്ത് ദമ്മാക്കി എടുക്കാം.
ഞാനിവിടെ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മുടെ ലിഡ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ദമ്മാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സുർബിയാൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചിക്കൻ വെച്ചും ബീഫ് വെച്ചും ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ദം ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് അല്ല, നല്ലൊരു ഫ്ലേവറാണ്. ആ ഫ്രൈ ചെയ്തെടുത്ത സവാളയുടെയും ആ ഒരു അറബിക് മസാലയുടെ ഫ്ലേവറും ഒക്കെ കൂടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.